ഒടുവിൽ പന്ത് NSSന്റെ കോർട്ടിൽ തന്നെ വന്നിരിക്കുന്നു. ശബരിമലയിൽ NSSനൊപ്പമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നണികൾ ഇപ്പോൾ മത്സരിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ. ശബരിമലയിൽ സുകുമാരൻ നായർ തന്നെ ശരി. നായർ സർവീസ് സൊസൈറ്റി സ്വീകരിച്ച നിലപാടുകളോട് തങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണെന്ന് കോൺഗ്രസ് MLAയും KPCC പ്രചാരണ വിഭാഗം ചെയർമാനുമായ K. മുരളീധരൻ വരെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്വകാര്യ ചാനലിലാണ് മുരളീധരൻ NSSനോടുള്ള നിലപാട് വ്യക്തമാക്കിയത്. മുരളീധരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: NSS ഒരിക്കലും UDF വിരുദ്ധ സമീപനം സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ NSS എടുത്ത നയത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. എന്നാൽ വിയോജിപ്പുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. ഏതു സമുദായത്തിനും സ്വന്തമായിട്ട് നിലപാടെടുക്കാം. അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ്. ശബരിമല വന്നപ്പോഴല്ലേ അദ്ദേഹത്തെ നവോത്ഥാന നായകനാക്കി മാറ്റിയത്. ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം. SNDP ഒരു തീരുമാനമെടുത്താലും NSS ഒരു തീരുമാനമെടുത്താലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയും. പക്ഷേ അവരെ ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായി വിമർശിക്കില്ല. നേരത്തെ NSS കൊട്ടിയടച്ച വാതിലുകൾ മുട്ടിവിളിച്ച് തുറക്കാനില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നാലെയാണ് മുരളീധരൻ പറഞ്ഞത്. എന്നാൽ മുരളീധരൻ പറയുമ്പോൾ അതിൽ നിന്നും പലതും വ്യക്തമാണ്. സഹകരണത്തിന് തയ്യാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. NSS ജനറൽ സെക്രട്ടറി J. സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവനയോട് കോടിയേരി ബാലകൃഷ്ണൻ പലപ്പോഴായി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. സമുദായ നേതാക്കളോട് ശത്രുതയില്ല, സൗഹൃദ നിലപാടാണുള്ളത്. NSSുമായി വിയോജിപ്പ് ശബരിമല യുവതീ പ്രവേശനത്തിൽ മാത്രമാണെന്നൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ പലവട്ടം പറഞ്ഞെങ്കിലും സുകുമാരൻ നായർ തിരിച്ചടിച്ചുകൊണ്ടേയിരുന്നു. സുപ്രീം കോടതി NSSന്റെ വാദം അംഗീകരിച്ചിട്ടില്ല. ഈ വിധിയോട് NSSന് വിയോജിപ്പുണ്ട്, വിയോജിപ്പുള്ളതായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നൊക്കെയാണ് പലപ്പോഴായി വന്ന പ്രസ്താവനകൾ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുകൂലിക്കുക മാത്രമേ സർക്കാരിന് സാധിക്കൂ എന്നും വിശ്വാസം NSSനെ രക്ഷിക്കട്ടെ എന്നുമൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ K. മുരളീധരൻ നിലപാട് മയപ്പെടുത്തി മൃദു സമീപനവുമായി ഇറങ്ങിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അണിയറയിൽ സംസാരിക്കുന്നത്. NSSന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. സമദൂരം പറഞ്ഞുകൊണ്ടിരുന്ന NSS ഇപ്പോൾ ആർക്കൊപ്പമായിരിക്കും എന്നുള്ളത് UDFനെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ NSS എടുത്ത നിലപാടുകൾ, ശക്തമായി എടുത്ത ഒരു സ്റ്റാൻഡ്, അത് BJPക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക NSSന്റെ അനുകൂലിക്കുന്ന UDFന് തുടക്കം മുതലുണ്ട്. എന്നാൽ പലപ്പോഴായി അത് പറയാതെ പറയുകയും ചെയ്തെങ്കിലും NSSും സുകുമാരൻ നായരും ഒന്നും വാവിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ K. മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്, സുകുമാരൻ നായർ പറയുന്നതിൽ ഒരുപാട് ശരികളുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി സുകുമാരൻ നായർ പറയുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിർണായകമാകാൻ പോകുന്ന നിലപാടുകൾ സുകുമാരൻ നായരുടേതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ശബരിമല വിഷയത്തിൽ NSSും സുകുമാരൻ നായരും എടുത്ത സ്റ്റാൻഡിന് വലിയ സ്വാഗതമാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ലഭിച്ചത്. പ്രത്യേകിച്ചും BJP ക്യാമ്പുകളിൽ നിന്ന് ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ദേശീയ നേതാക്കൾ വരെ NSSന്റെ നിലപാടിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഇപ്പോൾ ആ നിലപാട് തന്നെ മയപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും വന്നിരിക്കുന്നത്. NSSന്റെ തീരുമാനം ശരിയാണ്. അപ്പോൾ കാര്യങ്ങൾ പന്ത് ഇപ്പോൾ NSSന്റെ കോർട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. NSS ഒരിക്കലും UDF വിരുദ്ധ സമീപനം സ്വീകരിക്കില്ല എന്നുള്ള മുരളീധരന്റെ പ്രതീക്ഷയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇത്തവണത്തെ വോട്ട് UDFന് തന്നെയായിരിക്കും NSS നൽകുക. BJPയോടുള്ള ഒരു മൃദു സമീപനമുണ്ട്, അയ്യപ്പ കർമ്മസമിതിയോട് സ്നേഹമുണ്ട്. എങ്കിലും ശബരിമല വിഷയത്തിൽ മാത്രമായിരുന്നു അത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയാതെ പറയുന്നത്. അതായത് നിലപാട് സ്വന്തമായിട്ട് ഈ സമുദായം എടുക്കുമ്പോൾ, ആ സ്വാതന്ത്ര്യം അവർ കാണിക്കുമ്പോൾ അത് വോട്ടായി കോൺഗ്രസിന് മാറും എന്നുള്ള ഒരു ശുഭ സൂചനയാണ് K. മുരളീധരന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഏതായാലും കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ആശങ്കയുണ്ട്. NSSന്റെ നിലപാട് എന്തായിരിക്കും? SNDPയെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ ചിലപ്പോഴത്തെ നിലപാടുകൾ, പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ പ്രവചനാതീതമല്ല. ആർക്കനുകൂലമായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും നേരത്തെ NSS കൊട്ടിയടച്ച വാതിലുകൾ മുട്ടിവിളിച്ച് തുറക്കാനില്ലെന്ന് CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും CPM ക്യാമ്പുകൾ ആശങ്കയിലാണ്. നിർണായകമായ NSSന്റെ വോട്ടുകൾ ആർക്ക് പോകും? ആ വോട്ടുകൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ K. മുരളീധരൻ വരുന്നതിന്റെ സൂചനകൾ CPMനെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.